بسم الله الرحمن الرحيم صلى الله على محمد صلى الله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ത്യനാളിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽപ്പെട്ടതാണ് ദജ്ജാലിന്റെ പുറപ്പെടൽ. ഈ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ ഫിത്നയും കുഴപ്പവും അത് ദജ്ജാലിന്റെ ഫിത്നയാണ്. ദജ്ജാൽ ആരാണ്, അവന്റെ അടയാളങ്ങൾ എന്താണ്, ഇപ്പോൾ അവൻ വസിക്കുന്നത് എവിടെയാണ് എന്നീ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കൂടി നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒന്നാമതായി, ദജ്ജാൽ ആരാണ്, അവന്റെ അടയാളങ്ങൾ എന്താണ്? പൈശാചിക രൂപത്തിലും ഭാവത്തിലുമുള്ള വിരൂപിയായ ഒരു ജൂതനാണ് ദജ്ജാൽ. പിശാചുക്കൾ അവനെ വലയം ചെയ്യുന്നതും 70,000 ജൂതന്മാർ അവനെ പിന്തുടരുന്നതുമാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കുറിച്ച് നമുക്ക് വിവരണം നൽകിയിട്ടുണ്ട്. അവൻ അകലെ നിന്ന് വരുമ്പോൾ പൊക്കം കുറഞ്ഞ തടിച്ച കുള്ളനായി കാണപ്പെടും. തവിട്ട് നിറമുള്ള സർപ്പത്തെ പോലെ ഇരിക്കുന്ന വലിയ തലമുടി ശക്തമായി ചുരുട്ടിക്കെട്ടി വൃക്ഷശിഖരങ്ങളെ പോലെയായിരിക്കുന്നതും കാൽപാദങ്ങളുടെ മുൻഭാഗം ചേർന്നതും മടമ്പ് അകന്നതുമായിരിക്കും. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അലാ ഇന്നൽ മസീഹദ് ദജ്ജാൽ അഅവറുൽ ഐനിൽ യുംന കഅന്ന ഐനഹു ഇനബത്തുൻ തോഫിയ. മസീഹുദ് ദജ്ജാൽ വലത് കണ്ണിന് കാഴ്ചയില്ലാത്തവനാണ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മുന്തിരിങ്ങ പോലെയായിരിക്കും അവന്റെ കണ്ണ്. വീണ്ടും അവിടുന്ന് അരുളി, വഇന്നഹു മക്തൂബുൻ ബൈന ഐനൈഹി കാഫിർ യഖറഉഹു കുല്ലു മുഅ്മിൻ. അവന്റെ 2 കണ്ണുകൾക്കിടയിൽ കഫറ അഥവാ സത്യനിഷേധി എന്ന് എഴുതപ്പെട്ടിരിക്കും. ദജ്ജാൽ എവിടെയാണ് എന്ന സൂചനകൾ സ്വഹീഹായ ഹദീസുകളിൽ കൂടി നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഇമാം മുസ്ലിമും അബൂദാവൂദും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞു, അലാ ഇന്നഹു ഫീ ബഹരി ഷാം ഔ ബഹരിൽ യമൻ ലാ ബൽ മിൻ ഖിബലിൽ മശ്രിഖ്. നിശ്ചയം അവൻ സിറിയൻ സമുദ്രത്തിലാകുന്നു, അല്ലെങ്കിൽ യമൻ സമുദ്രത്തിലാകുന്നു. കിഴക്ക് ഭാഗത്തേക്ക് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ ചൂണ്ടിക്കൊണ്ട് 3 പ്രാവശ്യം പറഞ്ഞു, അവൻ കിഴക്ക് ഭാഗത്ത് നിന്നാണ് വരുന്നത്. മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാൻ കഴിയും, ഇന്നഹു ഖാരിജുൻ ഖല്ലതൻ ബൈന ശാമി വൽ ഇറാഖ്. സിറിയയുടെയും ഇറാഖിന്റെയും ഇടയിലുള്ള ഖല്ലത്ത് എന്ന സ്ഥലത്താണ് അവൻ ആദ്യമായി പ്രത്യക്ഷപ്പെടുക. ദജ്ജാൽ പുറപ്പെട്ടാലുണ്ടാകുന്ന ഷർറുകളും ആപത്തുകളും എന്താണ്? അവനെ റബ്ബായി അംഗീകരിക്കാത്തവരെ അവൻ പിടികൂടും. തല മുതൽ കാല് വരെ വാളുകൊണ്ട് പിളർക്കുന്നതാണ്. അവൻ മായാജാലം കാണിച്ച് വിശ്വാസികളുടെ ഈമാൻ നശിപ്പിക്കാൻ ശ്രമിക്കും. ഇന്ന ദജ്ജാല യഖ്റുജു വ ഇന്ന മഅഹു മാഅൻ വനാറ. തീയും വെള്ളവും കൊണ്ടാണ് ദജ്ജാൽ പുറപ്പെടുന്നത്. വെള്ളമെന്ന് ജനങ്ങൾ ധരിക്കുന്നത് തീയായിരിക്കും. തീയെന്ന് ജനങ്ങൾ വിചാരിക്കുന്നത് തണുത്ത വെള്ളമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഫമൻ അദ്റകഹു മിൻകും ഫൽയഖഅ ഫില്ലദി യറാഹു നാറ. നിങ്ങളിൽ നിന്ന് അവനെ കണ്ടുമുട്ടുന്നവർ തീയിൽ വീണുകൊള്ളട്ടെ, അതായിരിക്കും തണുത്ത വെള്ളം. എല്ലാ നാടുകളും ദജ്ജാൽ കീഴടക്കും. ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതുഉഹു ദജ്ജാലു ഇല്ലാ മക്കത വൽ മദീന. മക്കയും മദീനയും ഒഴികെയുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും ദജ്ജാൽ എത്തിച്ചേരും. മക്കയിലേക്കും മദീനയിലേക്കും അവന് കയറാൻ സാധിക്കുകയില്ല. അവിടെ മലക്കുകൾ അവനെ തടയുന്നതാണ്. ദജ്ജാലിന്റെ വേഗതയെക്കുറിച്ചും സ്പീഡിനെക്കുറിച്ചും ബഹുമാന്യരായ സ്വഹാബാക്കൾ ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബിതങ്ങൾ മറുപടി അരുളി, കൽ ഗൈസി ഇസ്തദ്ബറതുഹു റീഹ്. കാറ്റടിച്ചു കൊണ്ടുപോകുന്ന മഴ പോലെയായിരിക്കും അവന്റെ വേഗത. അവൻ ആകാശത്തിലേക്ക് ചൂണ്ടിയാൽ മഴ പെയ്യുകയും ഭൂമിയിലേക്ക് ചൂണ്ടിയാൽ അത് സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്നതാണ്. വഇന്നഹു യജീഉ മഅഹു ബിമിസാലിൽ ജന്നതി വന്നാർ ഫല്ലതി യഖൂലു ഇന്നഹൽ ജന്ന ഹിയന്നാർ. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും മാതൃകയുമായിട്ടാണ് അവൻ കടന്നു വരിക. സ്വർഗമെന്ന് അവൻ കാണിക്കുന്നത് നരകമായിരിക്കും, നരകമെന്ന് പറയുന്നത് സ്വർഗമായിരിക്കും. അവൻ 40 ദിവസം ഭൂമിയിൽ വസിക്കുന്നതാണ്. ആ 40 ദിവസത്തിൽ ഒരു ദിവസം ഒരു വർഷം പോലെയും, മറ്റൊരു ദിവസം ഒരു മാസം പോലെയും, മറ്റൊരു ദിവസം ഒരു ആഴ്ച പോലെയും, മറ്റു ദിവസങ്ങൾ
സാധാരണ ദിവസങ്ങളെ പോലെയായിരിക്കും. സഹാബാക്കളുടെ കൂട്ടത്തിൽ തമീമുദ്ദാരി എന്ന സ്വഹാബി ദജ്ജാലിനെ നേരിട്ട് കണ്ട സംഭവം സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. തമീമുദ്ദാരി എന്ന സ്വഹാബി ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് കുറച്ച് ആളുകളുമായി ഒരിക്കൽ ഒരു കപ്പൽ യാത്ര നടത്തുകയുണ്ടായി. ആ യാത്രക്കിടെ കൊടുങ്കാറ്റും തിരമാലകളും അവരുടെ കപ്പലിനെ ദിശ തിരിച്ചു വിടുകയും അവർ അജ്ഞാതമായ ഏതോ ഒരു ദ്വീപിൽ എത്തിപ്പെടുകയും ചെയ്തു. അവിടെ 2 ഭീകര ജീവികളെ കണ്ടുമുട്ടി. ആദ്യം കണ്ട ജീവിയുടെ പേര് ജസ്സാസ എന്നായിരുന്നു. അതിൻ്റെ ശരീരം രോമം കൊണ്ട് മൂടിയതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുൻഭാഗമേതാണ് പിൻഭാഗമേതാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. തമീമുദ്ദാരിയോടും സംഘത്തോടും അധികം സംസാരിക്കുന്നതിന് പകരം ജസ്സാസ കുറച്ച് അകലെയുള്ള മറ്റൊരു വ്യക്തിയെ പോയി കാണാൻ ആംഗ്യം കാണിച്ചു. അവനാകട്ടെ ശരീരം ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. ആ ഭീകരരൂപം തമീമുദ്ദാരിയോടും സംഘത്തോടും 4 ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: അഖ്ബിറൂനി അൻ നഖ്ലി ബൈസാൻ. ബൈസാനിലെ ഈത്തപ്പനകളുടെ അവസ്ഥ എന്താണ്? അതിൽ ഇപ്പോൾ പഴങ്ങളുണ്ടോ? അവർ പറഞ്ഞു, അതിൽ പഴങ്ങളുണ്ട്. അപ്പോൾ അവൻ പ്രതികരിച്ചു, താമസിയാതെ തന്നെ അതിൽ പഴങ്ങൾ പൂക്കുന്നത് നിന്നു പോകുന്നതാണ്. രണ്ടാമതായി അവൻ ചോദിച്ചു, അഖ്ബിറൂനി അൻ ബുഹൈറത തബ്രിയ. തബ്രിയ നദിയുടെ അവസ്ഥ എന്താണ്? അതിൽ ജലമുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, അതിൽ വെള്ളമുണ്ട്. അവൻ പ്രതികരിച്ചു, താമസിയാതെ തന്നെ അതിലെ ജലം വറ്റിപ്പോകുന്നതാണ്. മൂന്നാമതായി അവൻ ചോദിച്ചു, അഖ്ബിറൂനി അൻ ഐനി സുഗർ. സുഗർ അരുവിയിലെ അവസ്ഥ എന്താണ്? അതിൽ വെള്ളമുണ്ടോ? നാലാമതായി അവൻ ചോദിച്ചു, അഖ്ബിറൂനി അൻ നബിയിൽ ഉമ്മിയീൻ. എന്താണ് അറേബ്യയിലെ നിരക്ഷരനായ പ്രവാചകന്റെ അവസ്ഥ? അപ്പോൾ ആ യാത്രാസംഘം മറുപടി പറഞ്ഞു, അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. അപ്പോൾ അവൻ പ്രതികരിച്ചു, അദ്ദേഹത്തെ പിൻപറ്റി കഴിഞ്ഞാൽ അവർക്ക് രക്ഷയായിരിക്കുന്നതാണ്. ശേഷം അവൻ തമീമുദ്ദാരിയോടും സംഘത്തോടും ഇപ്രകാരം പറഞ്ഞു, വഇന്നി മുഖ്ബിറുക്കും അന്നി ഇന്നി അനൽ മസീഹ്. ഞാൻ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനാണ് മസീഹുദ് ദജ്ജാൽ. ഞാൻ മക്കയും മദീനയും ഒഴികെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ചുറ്റി സഞ്ചരിക്കുന്നതാണ്. ഇമാം മുസ്ലിമിന്റെ ഈ ഹദീസിൽ കൂടി ദജ്ജാൽ സർവ്വസജ്ജനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അവന് നിശ്ചിത സമയമെത്തിയാൽ സർവ്വനാടുകളും കീഴടക്കുന്നതാണ്. ദജ്ജാലിന്റെ ഫിത്നയാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ ഫിത്ന. അതുകൊണ്ടാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സഅതി ഖൽഖുൻ അക്ബറു മിനദ് ദജ്ജാൽ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിന്റെയും അന്ത്യദിനത്തിന്റെയും ഇടയിൽ ദജ്ജാലിനേക്കാൾ ഭയാനകരമായ ഒരു പ്രശ്നവുമില്ല. മാ മിൻ നബിയിൻ ഇല്ലാ വഖദ് അൻദറ ഉമ്മതഹു അൽഅവറൽ കദ്ദാബ്. എല്ലാ പ്രവാചകന്മാരും തന്റെ സമുദായങ്ങളെ ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയവരായിരുന്നു. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവൽ തേടാൻ തന്റെ സമുദായത്തെ പഠിപ്പിച്ചു. നമസ്കാരത്തിൽ 5 വഖത്തിൽ നാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. ദജ്ജാലിന്റെ ഷർറിൽ നിന്ന്, ദജ്ജാലിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുവാനായി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അമൽ സൂറത്തുൽ കഹ്ഫ് പാരായണവും അതിന്റെ പഠനവുമാണ്. അബൂദർദാ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു, മൻ ഹഫിള 10 ആയാതിൻ മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫി ഉസിമ മിനദ് ദജ്ജാൽ. ആരെങ്കിലും സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗത്ത് നിന്ന് 10 ആയത്തുകൾ മനഃപ്പാഠമാക്കിയാൽ ദജ്ജാലിൽ നിന്ന് സുരക്ഷിതനായിരിക്കുന്നതാണ്. മറ്റൊരു റിവായത്തിൽ ഇപ്രകാരമാണ് കാണാൻ കഴിയുന്നത്, മൻ ഖറഅ 3 ആയാതിൻ മിൻ അവ്വലിൽ കഹ്ഫി ഉസിമ മിൻ ഫിത്നത്തിൽ ദജ്ജാൽ. ആരെങ്കിലും സൂറത്തുൽ കഹ്ഫിന്റെ ആരംഭത്തിൽ നിന്ന് 3 ആയത്തുകൾ പാരായണം ചെയ്താൽ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അവന് രക്ഷ ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന്, ഷർറിൽ നിന്ന് നമ്മെയും നമ്മുടെ സന്താന പരമ്പരകളെയും ലോക മുസ്ലിമീങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.